ബി.ജെ.പി. വോട്ടുകൾ കിട്ടാത്തതിൽ മുന്നണിയിൽ BDJS അസ്വസ്ഥരാണ്. കോൺഗ്രസിന്റെ ക്ഷണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തുടക്കത്തിലേ തള്ളിയെങ്കിലും കോൺഗ്രസ് നീക്കത്തിൽ അസ്വസ്ഥനാണ് PJ ജോസഫ്. ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ, അല്പം മര്യാദ കൊടുത്തു വിടണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് നിരുത്തരവാദപരമായി പെരുമാറിയത് അത് പറയാനാണ് നമ്മൾ ഓടി വന്നത്. അതിനോട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഏതുതരം സമീപനമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയത് എന്നതടക്കം സാന്ദർഭികമായി കടന്നു വന്നതുകൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും. താങ്കൾ പറയുന്നത് മുസ്ലിം ലീഗ് അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങളെ 2011-16 ഓർമ്മപ്പെടുത്തിയതിനെ നിഷേധിക്കാനും തയ്യാറാകണം, ഇതിന് മറുപടി പറയാൻ ലീഗ് തയ്യാറാകണം. ഒന്ന് പോടോ ഉപദേശി. ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് ആ നിലയിൽ തന്നെ സമൂഹവുമായി ചർച്ച ചെയ്യാൻ, ഡിബേറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാകണമെന്നാണോ? ചേട്ടോ ചന്ത ദിവസം ഏട്ടാ, നല്ല കച്ചവടമുണ്ട്. കിഴക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തു നിൽക്കുന്നു. അലമ്പില്ലാതെ പോ. രാഹുൽ ഗാന്ധി ഇല്ലാത്ത ഒരു ലോക്സഭയിലാണ് പ്രതിപക്ഷത്തിന് ഇന്ന് പ്രതിഷേധിക്കേണ്ടി വന്നത് മോദി സർക്കാരിനോട്. മഹാത്മാഗാന്ധിയുടെ പേരുള്ള ആ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവ് ചൂണ്ടിക്കാട്ടി. ഇപ്പോ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ശേഷിയുള്ള ഘട്ടത്തിൽ അത് തയ്യാറാകാതെ ഇങ്ങനെ വിദേശത്തേക്ക് പോവുക, അത് മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ എന്ന് മറ്റൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലിരുന്ന് പറയുക. കൊണ്ടൊന്നും പറയാതെ പറയുന്നതിനാ കുഴപ്പം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൂർണ്ണാർത്ഥത്തിൽ ശ്രദ്ധിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഇതുപോലൊരു സുപ്രധാനമായ വിന്റർ സെഷനിൽ രാജ്യം വിട്ടുപോകുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇനിയും അലമ്പുണ്ടാക്കാനെന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല.